ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ വിഷുവായിട്ട് ഞാനും പ്രീതാട്ടിനും അമ്പൂസൊക്കെ പ്രീതാട്ടിൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ തലേ ദിവസം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം തന്നെ അമ്മ അവനക്ക് ഉള്ള കൈനീട്ടം കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടേ. അപ്പം അവിടെയാണ് വിഷുക്കണി കണ്ടത്. അപ്പോൾ എനിക്ക് അമ്മ കൈനീട്ടം തരുന്നതുണ്ട് കാണുന്നത്. പക്ഷേ കൈനീട്ടം തരുന്നത് വാങ്ങിക്കുന്നത് അവനാണ്. അവനെന്തോ അന്നത്തെ ദിവസം മാത്രം അവൻ ക്യാഷിനോട് ഭയങ്കരമായിട്ടൊരു താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നു. അവനത് ക്യാഷ് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം വിടും, ക്യാഷ് മാത്രം അവൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൈനീട്ടം തരുന്ന സമയത്ത് അവൻ അത് തന്നെയായിരുന്നു അവൻ്റെ പരിപാടി. അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് അമ്മയും ചേച്ചിയും കൈനീട്ടം തന്നതിന് ശേഷം പിന്നെ അമ്പൂസിന് ഞാനും പ്രീതേട്ടനും ഒക്കെ കൊടുത്തതാണ്. അപ്പോൾ പുറകിൽ പ്രത്യക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം മേടിച്ചു, കൈനീട്ടം മേടിക്കുമ്പോൾ അങ്ങനെ വീണ്ടും നോട്ട് തന്നെയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവൻ കൈനീട്ടമൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ കമ്പിത്തിരിയും മുത്താപ്പവും പൂക്കുറ്റിയും അങ്ങനത്തെയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇതെല്ലാം പൊട്ടിക്കുന്ന നേരത്ത് ആദ്യം അവൻ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് അന്തം വിട്ട് നോക്കുന്നത്. പിന്നെ അവനക്ക് ഓക്കെ ആയി, അവൻ ഭയങ്കര ഹാപ്പിയായി, ചിരിച്ച് കളിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഫുൾ അവൻ ഓണാണ്. പിന്നെ സാധാരണ ചില സമയത്ത് എണീക്കുമ്പോൾ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്ന് പക്ഷേ വിഷു ആയതുകൊണ്ട് ആണോ എന്നറിയില്ല, അവൻ ഫുൾ ഹാപ്പിയിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് അവൻ അവൻ്റെ അമ്മമ്മയെ മിസ് ചെയ്യാറുണ്ട്. ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെച്ച് നോക്കുമ്പോൾ അവൻ ഈ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. വീടിനടുത്തുള്ള ശ്രീ കണ്ണമ്പാടം ശിവക്ഷേത്രം, അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ, പ്രീതേട്ടൻ, അമ്പൂസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവിടെ നിന്ന് കൈനീട്ടമൊക്കെ കിട്ടി കേട്ടോ. അമ്പൂസിനും എനിക്കും പ്രീതേട്ടനും കൈനീട്ടം കിട്ടി. അങ്ങനെ പിന്നെ പ്രീതേട്ടൻ എനിക്ക് കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഞങ്ങളവിടെ വേല എന്നാണ് പറയുക, വിഷുവേലയായിരുന്നു. അപ്പോൾ വിഷുവേലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വീട്ടിൻ്റെ മുമ്പിൽ, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് വേല പോകുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ നിന്ന് ദേശത്ത് നിന്ന് വേല പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കൊട്ടൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് പ്രോഗ്രാംസിന് ചെണ്ടയും പിന്നെ പുറകിൽ കണ്ടില്ലേ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ ആയിരുന്നു. പിന്നെ അമ്പൂസ് ഉറങ്ങി കേട്ടോ. ആ സമയത്ത് അമ്പൂസ് ഉറങ്ങി. തമ്പൂരു എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും വിളിച്ച് അവളെയും കൊട്ടി കാണിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വെച്ച് വിഷുക്കണി. പിന്നെ ഞങ്ങളൊരു 6 മണി 6:30 ആയപ്പോൾ ഞങ്ങൾ വിലയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കുറേ ദേശത്തു നിന്നുണ്ട്. ഇതിപ്പോൾ വേറെ ഏതോ ദേശത്തിൻ്റെയാണ് കേട്ടോ. അങ്ങനെ അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പം ഞങ്ങളുടെ ദേശത്തിൻ്റെ വേല ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പം അമ്പൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അമ്പൂസിന് കൊട്ടി കേൾക്കുമ്പോൾ തന്നെ അവൻ കിടന്ന് തുള്ളാൻ തുടങ്ങി. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൊട്ടാൻ. അപ്പോൾ കൊട്ടി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ കൊട്ടിൻ്റെ അനുസരിച്ചിട്ട് അവനൊന്ന് തലക്കാട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ദേശത്തിൻ്റെ വേല വരുന്നതിനൊപ്പം ഞങ്ങളങ്ങനെ പോയി. അമ്പൂസ് ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കിടക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്പൂസിൻ്റെയും തമ്പുരുവിൻ്റെയും ഫസ്റ്റത്തെ വിഷുവാണ് കേട്ടോ. പിന്നെ ദേവിയുടെ വേഷം കിട്ടിയ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കയ്യിലോട്ട് കൊച്ചിനെ തന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ ഇങ്ങനെ വേലയോടൊപ്പം നടന്നു. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. കുറേ ദേശത്തിൻ്റെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്പൂസ് ഉറങ്ങി. അങ്ങനെ
പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു സാവകാശം ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ വേലയുടെ തിരക്കൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ കൈനീട്ടം കിട്ടിയതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വിഷുവേലയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വെടിക്കെട്ടൊന്നും കാണാൻ നിന്നില്ല, വേഗം വീട്ടിലേക്ക് വന്നു. അമ്പൂസ് വീട്ടിലെത്തി പിണീറ്റു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കളിപ്പാട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ വന്നപ്പോൾ അവൻ ഫുൾ എണീറ്റിട്ട് പിന്നെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.